ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഈ വീഡിയോയിലൂടെ ഇന്ന് നോക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് അവർ നിങ്ങളിലേക്ക് ആകൃഷ്ടരായിരിക്കുന്നത്, അതായത് കൂടാതെ നിങ്ങൾ എന്തുകൊണ്ടാണ് അവരെ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ അവരിലേക്ക് ആകൃഷ്ടരായിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മളിവിടെ ഈ വീഡിയോയിലൂടെ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് അവരുടെ എനർജിയാണ്, അതിനുശേഷം നിങ്ങളുടെ എനർജി. ഇത് രണ്ടും നമ്മൾ നോക്കുന്നതാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ ഇവിടെ വരുന്ന സിറ്റുവേഷൻസ്, ക്ലൂസ്, ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയാൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് ആയിട്ട് മാത്രം എടുക്കുക. ഇനി നിങ്ങൾക്ക് ഈ ഒരു എനർജീസ് നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ അത് വിട്ടേക്കുക, ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. റീഡിങ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ആയിട്ട് മുൻപുണ്ടായിരുന്നതോ ഇപ്പോഴുള്ളതോ ഒക്കെ ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക. പേജസ് ഓഫ് പെൻഡക്കിളാണ് നമുക്കിവിടെ ഫസ്റ്റ് കാർഡ് ഇട്ടിരിക്കുന്നത്. ഫൈവ് ഓഫ് പെൻഡക്കിൾ, കിങ് ഓഫ് കപ്സ്, ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. Five of Swords, Pick of Wands, Nine of Cups, the Emperor, ടു ഓഫ് കപ്സ്. ഇത്രയും കാർഡുകളാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇത് വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് നിങ്ങളുടെ എനർജി നോക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ എനർജി ഇവിടെ പറയുകയാണെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് മെയിനായിട്ടും നിങ്ങൾ ആകെ തകർന്ന് ഒരു തരിപ്പണമായിരിക്കുന്ന സമയത്ത്, പലപ്പോഴും സന്തോഷത്തിൻ്റെ ഒരു മുഖംമൂടിയൊക്കെ അണിഞ്ഞ് നടക്കുന്ന സമയത്ത്, അങ്ങനെ നിങ്ങൾക്ക് സന്തോഷം ഉള്ളിലില്ല, ഭയങ്കര ഡിപ്രഷനിലൊക്കെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെയുള്ള സമയത്ത് നിങ്ങളുടെ ഈ ഒരു വ്യക്തി, ഈ ഒരു പേഴ്സൺ, നിങ്ങളിപ്പോൾ നോക്കുന്ന പേഴ്സൺ നിങ്ങളിലേക്ക് വന്നു ചേർന്നത്, നിങ്ങളുടെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കുക, ആൾക്ക് നിങ്ങളുടെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കി ആ വ്യക്തി നിങ്ങളിലേക്ക് ആ സമയത്ത് വന്നെത്തിയൊരു വ്യക്തിയാണ് ഈ ഒരു പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൺ പലപ്പോഴും നിങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന മോട്ടിവേഷൻ നൽകാൻ, അല്ലെങ്കിൽ തുടർന്ന് നന്നായി ജീവിക്കണമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരികയും അത് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്ത ഒരാളാണ്. ആ ഒരു ശ്രമം ഒരു പരിധിവരെ സക്സസ് ആയിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. ഒരു പരിധി നല്ല രീതിയിൽ സക്സസ് ആയിട്ടുണ്ടെന്ന് തന്നെ പറയാം. നിങ്ങളുടെ ജീവിതത്തെ മറ്റൊരു ദിശയിലേക്ക് തിരിച്ചുവിടാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ മറക്കാൻ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും, അതായത് നിങ്ങൾ പല കാര്യങ്ങളും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നിങ്ങൾ എത്ര ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് മറക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങളെ അത് കാർന്ന് തിന്നുകൊണ്ടൊക്കെ ഇരുന്ന ഒരു വേദനയൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മറന്നുപോയി. ഈ വ്യക്തിയുമായിട്ടൊരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളതെല്ലാം മറന്നുപോയി. അല്ലെങ്കിൽ ഒരു ഇറ്റ്സ് ഓക്കെ, അതൊരു പാസ്റ്റ് മാത്രമാണ്, അങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക് നിങ്ങൾ മാറിയിരിക്കുന്നു. അങ്ങനെ ഇവരുടെ കൂടെ ആയിരിക്കുമ്പോൾ ഹാപ്പി ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥയിൽ എത്തിച്ചേരാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇതാണ് നമുക്ക് മെയിനായിട്ട് ഇവിടെ കാണുന്നത്. പിന്നെ ഇവിടുത്തെ എനർജീസ് നോക്കുകയാണെങ്കിൽ, അതുകൊണ്ട് തന്നെ ഇവരെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും തന്നെ നിങ്ങൾ ഈ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു, അതുപോലെ കാണാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ അതാണ് കൂടുതലും നിങ്ങളെ ആകർഷിക്കുന്നത്, ഈ വ്യക്തിയിലേക്ക് നിങ്ങളെ നിർത്തുന്നത് അത് തന്നെയാണ്. പിന്നെ നമ്മുടെ നെഗറ്റിവിറ്റിയെ പിടിച്ച് അതൊരു പോസിറ്റിവിറ്റിയിലേക്ക് വിടാനായിട്ട്
ഇവർക്ക് സാധിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ നെഗറ്റിവിറ്റി ഒരു പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതൊക്കെ ഒരു പോസിറ്റിവിറ്റിയിലേക്ക് വിടാനായിട്ട് ഇവരുമായിട്ടൊരു കോൺടാക്റ്റിലോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുമ്പോഴോ സംസാരിക്കുമ്പോഴോ അതൊക്കെ ഒരു പോസിറ്റിവിറ്റി ആക്കി തീർക്കാൻ ഈ വ്യക്തിക്ക് കഴിയുന്നുണ്ട്. ഇവരുടെ ഒരു മെസ്സേജിന് വരെ അതിന് സാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. പല കാര്യങ്ങളും അങ്ങനെ ഒത്തിരി ചിലപ്പോൾ നിങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് അത് നിങ്ങൾ എന്താണെന്ന് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ എന്ത് സിറ്റുവേഷനിലൂടെയാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത്, ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാകാത്ത ചില സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴേക്ക് ഈ പേഴ്സൺ നിങ്ങളിലേക്ക് വന്നതിന് ശേഷമാണ് യഥാർത്ഥമായ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ലൈഫ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകുക ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് വന്നതിന് ശേഷമാണ്. ഈ പേഴ്സൻ്റെ കൂടെ ആയിരിക്കുമ്പോഴായിരിക്കും ഒത്തിരി സന്തോഷങ്ങൾ നിങ്ങൾക്ക് ഉള്ളതായിട്ട് തോന്നുക. നിങ്ങളൊരു മാജിക്കൽ വേൾഡിലായിത്തീരുന്ന പോലെ വരെ നിങ്ങൾക്ക് തോന്നാറുണ്ട്. പിന്നെ നിങ്ങളെ ഒരു കുറച്ചുകൂടി ഒരു യങ്ങായിട്ടൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നു. അതായത് നിങ്ങളങ്ങനെ ആയിത്തീരുന്നു. ഇതൊക്കെ ചെയ്യാനായിട്ട് ഈ പേഴ്സൺ സഹായിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടായിരിക്കില്ല, നിങ്ങൾ യങ്ങായിട്ടുണ്ട് അങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ ഭയങ്കര മനോഹരമായിട്ട് ചിരിക്കുന്നുണ്ടാകാം. മറ്റു വ്യക്തികളുടെ അടുത്ത് വളരെ ആധികാരികമായിട്ടും പ്ലസൻ്റായിട്ടും ഒക്കെ സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടായിരിക്കാം. അപ്പോൾ ചിലപ്പോൾ നിങ്ങളോട് മറ്റുള്ളവർ തന്നെ പറഞ്ഞിട്ടുണ്ടാകാം, പണ്ട് ഇങ്ങനെ ഉറങ്ങിത്തൂങ്ങി നടന്നിരുന്ന ഒരു ആളായിരുന്നല്ലോ നീ, എന്താ ഇങ്ങനെ കളിച്ചിരിച്ച് സന്തോഷിച്ച് നടക്കുന്നത്, നിനക്കെന്തെങ്കിലും പറ്റുമോ എന്നിങ്ങനെയുള്ള രീതിയിലൊക്കെ ആളുകൾ ചോദിച്ചിട്ടുണ്ടാകും. അത്രത്തോളം നിങ്ങളുടെ ഒരു എനർജിയെ നിങ്ങൾ അറിയാതെ തന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു വൈബ്രേഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഹാപ്പിനെസ്സിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് യു ആർ വെരി അറ്റാച്ച്ഡ് ടു ദിസ് പേഴ്സൺ. പലപ്പോഴും ഈ വ്യക്തിയല്ല, നിങ്ങളുടെ സന്തോഷത്തെ തന്നെയാണ് നിങ്ങൾ തേടിപ്പോകുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ഈ വ്യക്തിയിലേക്ക് വല്ലാതെ ആകർഷകനായിട്ട് ഇങ്ങനെ പോവുകയാണ് എന്ന് വിചാരിക്കുന്നു. പക്ഷേ അങ്ങനെയല്ല, നിങ്ങളുടെ സന്തോഷത്തെ തന്നെയാണ് നിങ്ങൾ തേടിപ്പോകുന്നത്. അപ്പോൾ ഈ വ്യക്തിക്ക് നന്നായിട്ട് സംസാരിക്കാനായിട്ടുള്ള കഴിവുള്ള ഒരു വ്യക്തിയാണ്. നല്ല രീതിയിൽ സോപ്പിട്ട് സംസാരിക്കാനും നിൽക്കേണ്ട പോലെ നിൽക്കാനും വ്യക്തികൾ ഓരോ കോൺഫ്ലിക്റ്റുകളും മറ്റും ഉണ്ടാകുമ്പോൾ പറഞ്ഞ് അതൊക്കെ സോൾവ് ചെയ്യാനും അങ്ങനെയൊക്കെ നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഒത്തിരി ആരാധകരുണ്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആരാധകരിൽ ഒരാൾ തന്നെയാണ് നിങ്ങളും. അതുപോലെ തന്നെ ഈ വ്യക്തിയെ നിങ്ങൾ വല്ലാതെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഈ വ്യക്തി സംസാരിക്കുന്ന സമയത്ത് മറ്റുള്ളവരോട് ഇടപഴകുന്ന സമയത്തൊക്കെ മറ്റുള്ളവർക്ക് കൂടി റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ടാണ് ഈ വ്യക്തി സംസാരിക്കുകയും ഇടപഴകുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് വളരെ ഇഷ്ടമാണ്. നിങ്ങൾ അതുമായിട്ട് ആ വ്യക്തിയെ അതുകൊണ്ട് തന്നെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നു. പിന്നെ ഒരു പ്രോബ്ലംസൊക്കെ വരുമ്പോൾ നിങ്ങൾ ഇട്ടിട്ട് പോകില്ല എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും വരുമ്പോൾ നമുക്ക് വ്യക്തിക്കൊരു ആക്ഷൻ എടുക്കാനോ മറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് വന്ന് ഇതിൽ ഇടപെടാനോ ചില സമയങ്ങളിൽ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ എങ്കിൽ തന്നെയും ഒരു പ്രോബ്ലത്തിലായിരിക്കുമ്പോൾ ഓക്കെ, ഈ പ്രോബ്ലം ഇപ്പം മാറിപ്പോകും, അല്ലെങ്കിൽ ഇന്ന പോലെ ചെയ്യണമെന്ന് നിർദ്ദേശങ്ങൾ നൽകാനും അതുപോലെ ഏത് പ്രശ്നം വന്നാലും ഞാൻ കൂടെ ഉണ്ടെന്ന് പറയാനൊരു ആളുണ്ടാകുന്നു. അങ്ങനെ ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ വ്യക്തി തന്നെയാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു ലൈഫ് പാർട്ട്ണറെയാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ എപ്പോഴും ഈ വ്യക്തിയിലുള്ള ഗുണങ്ങളുള്ള ഒരാളെയാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വ്യക്തി, ഈ ഒരു പേഴ്സൺ വളരെ ഹാപ്പിയാണ്, വളരെ എനർജറ്റിക്കാണ്, സന്തോഷവാനാണ്, ഒരു പ്രശ്നങ്ങളും ഇല്ലാത്തതുപോലെയൊക്കെ നിങ്ങൾക്ക് തോന്നുമായിരിക്കാം. പക്ഷേ അങ്ങനെയല്ല, ഈ വ്യക്തിക്കും ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആ പ്രശ്നങ്ങളൊക്കെ ഒരു ലൈറ്റ് വെയിലെടുക്കാനും അത് കൈകാര്യം ചെയ്യാനും ഈ വ്യക്തിക്ക് നല്ല കഴിവാണ്. അതുപോലെ തന്നെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ളൊരു പേഴ്സണാണ്. പക്ഷേ ഈ വ്യക്തി ഒരു റിച്ച് ആയിട്ടുള്ള ആളല്ല. ഈ വ്യക്തി ഒരു റിച്ച് ആയിട്ടുള്ള ആളല്ലെങ്കിൽ കൂടിയും ബ്ലെസ്സിങ്ങുകൾ കൊണ്ട് അവർ വളരെ റിച്ചാണ്. എല്ലാവരുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് അവർ റിച്ച് ആയിട്ടുള്ളൊരു പേഴ്സണാണ് നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. പിന്നെ ഒരു നല്ലൊരു ലിസണറാണ്. കാര്യങ്ങൾ കേട്ടിരിക്കാനായിട്ട് നല്ലൊരു ലിസണറായിട്ടുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ തനിക്ക് എന്താണോ വേണ്ടത് അത് മാത്രമാണ് ഈ വ്യക്തി എടുക്കുകയുള്ളൂ. എല്ലാ കാര്യങ്ങളും കേൾക്കും, ഓക്കെ ശരി അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയുമെങ്കിലും ആൾക്ക് കറക്റ്റായിട്ടൊരു ഡിസിഷനുണ്ട്. ആ ഒരു ഡിസിഷൻ മാത്രമേ വ്യക്തി എടുക്കുകയുള്ളൂ. പക്ഷേ എല്ലാം കേട്ട് സമ്മതിക്കുന്ന ഒരാളാണ്. ഉറച്ച നിലപാടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ തൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഒന്നും മറ്റുള്ള ആളുകളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ പറയുന്നത് കൊണ്ട് തൻ്റെ പ്രോബ്ലംസ് ഒന്നും ആർക്ക് സോൾവ് ചെയ്ത് തരാൻ ഉള്ള കഴിവില്ലെന്നും അതുകൊണ്ട് തന്നെ താൻ തന്നെയാണ് തൻ്റെ പ്രോബ്ലങ്ങളൊക്കെ സോൾവ് ചെയ്യേണ്ടതെന്നും ഈ വ്യക്തിക്ക്
നല്ല ധാരണയുള്ളൊരു വ്യക്തിയാണ്. പിന്നെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയാതെ ഇരുന്നത് കൊണ്ട് മറ്റുള്ളവർ നോക്കുമ്പോൾ അയാൾ വെരി ഹാപ്പി ആയിട്ട് തോന്നുന്നതാണ്. പക്ഷേ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ ആൾക്കുണ്ട്. ഒരു വലിയൊരു ബിഗ് ചാലഞ്ചസൊക്കെ ലൈഫിൽ വരുന്ന സമയത്ത് ഈ വ്യക്തി വെരി സ്ട്രോങ് ആയിട്ട് നിന്ന് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് ഈ വ്യക്തിക്ക് പേഴ്സണ് കഴിയുന്നുണ്ട്. പിന്നെ ഈ വ്യക്തിക്ക് പ്രത്യേകിച്ചൊരു ദൈവവിശ്വാസം ഒന്നുമുള്ളൊരു വ്യക്തിയല്ല എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ എന്തോ ഒരു സ്പിരിച്വൽ ഒരിതുണ്ട്. പക്ഷേ അത് ആ വ്യക്തി വിശ്വസിക്കുന്നത് തന്നിൽ തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ അതാണ് ആ വ്യക്തിയുടെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള സൈഡ് എന്ന് പറയാം. അതുപോലെ ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ആളാണ്. ആ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം കംപ്ലീറ്റ്ലി നൈസ്ലി അല്ലെങ്കിൽ 100% കൊടുക്കാനായിട്ട് ആൾ ശ്രമിക്കുന്നു. അതിപ്പോൾ പേഴ്സണൽ ലൈഫിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഉള്ള എന്ത് കാര്യത്തിൽ ഇടപെട്ടാലും തൻ്റെ മാക്സിമം, അതായത് 100% കൊടുക്കാനായിട്ട് ഈ വ്യക്തി കൊടുക്കുന്ന ഒരാളാണ് ഈ വ്യക്തി എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒത്തിരി ഗിഫ്റ്റുകളൊക്കെ തന്നാന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് നിങ്ങളെ അവരിലേക്ക് ആകർഷിക്കുന്നത്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എനർജിയാണ്. ഇപ്പോൾ ഇത്ര നേരം നമ്മൾ നോക്കിയിട്ട് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളത്, എന്തുകൊണ്ടാണ് അവർ ആകർഷ്ടരായിരിക്കുന്നത് നിങ്ങളിലേക്ക് എന്നുള്ളതാണ്. നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിരിക്കുന്നത് ദ ഹെയറിഫൻ്റ് ആണ്. രണ്ട് കാർഡുകൾ കൂടെ എടുത്ത് നോക്കാൻ. 9 ഓഫ് പെൻറ്റക്കിൾ വന്നിട്ടുണ്ട്, 8 ഓഫ് പെൻറ്റക്കിൾ, 10 ഓഫ് കപ്സ്, രണ്ട് കാർഡുകൾ നമുക്ക് എടുത്ത് നോക്കാം. നൈറ്റ് ഓഫ് വാൻസ്, ക്യൂൻ ഓഫ് വാൻസ്. ഇത്ര കാർഡുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ വ്യക്തി എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്, അവർക്ക് എന്താണ് നിങ്ങളുടെ ഒരു വിലയിരുത്തുക, എങ്ങനെയാണ് അവർ നിങ്ങളിലേക്ക് ആകർഷണമായിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് അടുത്തത് എന്തെല്ലാം കണ്ടിട്ടാണ്, എന്തെല്ലാം ക്യാരക്ടേഴ്സ് കണ്ടിട്ടാണ്, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരാളായിട്ടാണ് കാണിക്കുന്നത്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി. അതായത് കോമൺ മാൻ എന്ന് പറയുന്നത് കുറച്ച് എല്ലാ ആളുകളും കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിൽ നിന്ന് എന്ത് കാര്യം ചെയ്താലും ഒരു ഡിഫറൻസ് കൊണ്ടുവരാനായിട്ട് കഴിവുള്ളൊരു വ്യക്തിയാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു ഡിഫറെൻ്റ് ആയ വോയിസ് ആയിരിക്കാം നിങ്ങളുടെ, അതുപോലെ ഒരു ഡിഫറെൻറ്റ് ശൈലി ആയിരിക്കാം. കുറേ ആളുകൾ നിൽക്കുന്നിടത്തേക്ക് നിങ്ങളങ്ങ് കിടന്നു വന്നു കഴിയുമ്പോൾ തന്നെ അവിടെ ഒരു നിങ്ങളെ വേറിട്ട് നിർത്തുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സിഗ്നേച്ചറായിട്ടുള്ള എന്തോ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സംസാരത്തിലും നടത്തത്തിലും എടുപ്പിലും ഡ്രസ്സിങ് എല്ലാത്തിലും പ്രതിഫലിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. അതാണ് നമുക്കിവിടെ കാണാനായി. ഇത് ഫസ്റ്റ് നിങ്ങളെ കണ്ടപ്പോൾ തന്നെ നിങ്ങളുടെ വ്യക്തി ആ ഒരു കാര്യം ഇഷ്ടപ്പെടുന്നു എന്നാണ്. അതായത് നിങ്ങളുടെ ക്യൂട്ട്നെസ് എന്ന് നമുക്ക് ഒറ്റവാക്കി പറയുകയാണെങ്കിൽ പറയാം. പിന്നെ ഇനി നിങ്ങൾക്ക് നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ഒരാളാണ്. എന്തൊരു സാഹചര്യത്തിൽ നിന്നാലും, ഇപ്പോൾ നമ്മൾ എന്ത് ടെൻഷൻ നിന്നാൽ കൂടി നിങ്ങൾ പറയുന്ന എന്തെങ്കിലും ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കേട്ട് കഴിയുമ്പോൾ ആ ഒരു നിൽക്കുന്ന ഇപ്പോൾ 4-5 പേര് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര ടെൻഷൻ നിൽക്കുക, പക്ഷേ നിങ്ങൾ ആ പറയുന്ന ഒരു വാക്കുകൊണ്ട് പൊട്ടിച്ചിരിക്കുന്നതല്ല, നമ്മളൊന്ന് റിലാക്സ് ആകുന്നു. ആ ഒരു ടൈമിലും ഇങ്ങനെ ചിന്തിക്കാൻ ഈ വ്യക്തിക്ക് കഴിയുന്നല്ലോ എന്ന് അത്ഭുതപ്പെടും. അങ്ങനെ ഒരു ക്യാരക്ടറാണ് നിങ്ങളുടേത്. പിന്നെ ഫസ്റ്റ് ഇംപ്രഷൻ വളരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഈ വ്യക്തിക്ക് നിങ്ങളുടെ ഇംപ്രഷൻ വളരെ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഈ പേഴ്സൺ നിങ്ങളെ സ്വന്തമാക്കണമെന്ന് ഫസ്റ്റ് തന്നെ മനസ്സിൽ കരുതിയിരുന്നു. പക്ഷേ അത് ഇവിടെ ഒരു എംപറർ എനർജി ഉള്ള ഒരാളായതുകൊണ്ട് തന്നെ ആൾക്കങ്ങനെ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് ആദ്യം തന്നെ പറയാനായിട്ട് താല്പര്യമില്ല. അതുകൊണ്ടൊക്കെ തന്നെ കുറച്ച് ഈഗോ ഉള്ള ഒരു വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ വന്ന് പറയട്ടെ എന്നൊക്കെയായിരുന്നു ആൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ തന്നെ നിങ്ങളുടെ അടുത്ത് തോറ്റ് നിങ്ങളുടെ അടുത്തേക്ക് വന്നെത്തുകയാണ് ഉണ്ടായത്. പക്ഷേ ഇതൊന്നും നിങ്ങളറിയുന്നില്ല, പക്ഷേ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വന്നെത്തുകയാണ്. പക്ഷേ എങ്കിൽ തന്നെ നമുക്ക് ഇതിൽ പറയാൻ പറ്റുമ്പോൾ ഇപ്പോഴും ഒരു വ്യക്തി ഒരു ഈഗോ ഉള്ള വ്യക്തിയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. പിന്നെ നോക്കുവാണെങ്കിൽ എപ്പോഴും നിങ്ങളുടെ കൂടെ സമയം ചിലവഴിക്കണം എന്ന് ആൾക്കുണ്ട്. പക്ഷേ അങ്ങനെ സമയം ചിലവഴിക്കാനായിട്ട് ആൾക്ക് പറ്റുന്നില്ല. കാരണം ഒത്തിരി കാര്യങ്ങൾ റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ സമയം ചിലവഴിക്കാനായിട്ട് പറ്റുന്നില്ല. അതിൽ ആൾക്ക് നല്ല വിഷമമുണ്ട് എന്ന് കാണുന്നു. പിന്നെ സ്പിരിച്വാലിറ്റി ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സ്പിരിച്വാലിറ്റി ഇഷ്ടമാണ്, പക്ഷേ അതൊരു സ്പിരിച്വാലിറ്റി ആണെന്ന് ഈ വ്യക്തിക്ക് മനസ്സിലാവുന്നില്ല. നല്ല നല്ല കാര്യങ്ങളും എല്ലാ നല്ല കാര്യങ്ങളും ഫോളോ ചെയ്യാനും അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നു. പിന്നെ പ്രത്യേകിച്ചൊരു ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും വ്യക്തിക്കില്ല. നല്ലൊരു ഡയറക്ഷനിൽ പോകാൻ ആഗ്രഹിക്കുന്നു, അത് മാത്രമേ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പേഴ്സൺ എന്ന് പറയുന്നത്. പുറമേ നിന്നുള്ളൊരു ചാട്ടം മാത്രമേ നിങ്ങൾക്കുള്ളൂ എന്നും ഉള്ളിൽ നിങ്ങൾ വളരെ നീറ്റാണ് എന്നും ഈ പേഴ്സൺ വിശ്വസിക്കുകയാണ്. ഇതാണ് അവരെ കൂടുതലായിട്ട് നിങ്ങളിലേക്ക് അടുപ്പിച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ ബാഗ്, ക്ലിപ്പ്, ഡ്രസ്സ്, ജ്വല്ലറീസ്, വേ ഓഫ് ഡ്രസ്സിങ് എന്നിവയെല്ലാം പുള്ളിക്ക് ഭയങ്കര ക്രേസാണ്. അത് കാണാനും ഒക്കെ പുള്ളി ഒത്തിരി ആഗ്രഹിക്കുന്ന വ്യക്തി ഈ പേഴ്സൺ ഭയങ്കരമായിട്ടും അത് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണെന്ന് നമുക്കിവിടെ പറയാനായിട്ട് കറക്റ്റ് പറയാനായിട്ട് പറ്റുന്നില്ല. എങ്കിലും പിന്നെ അത് ചിലപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള പേഴ്സണാണ് നിങ്ങളെന്ന് തോന്നുന്നു. സിമ്പിളായിട്ട് ഡ്രസ്സ് ഇടുമെങ്കിലും പക്ഷെ നല്ല ഭംഗിയാണെന്ന് ഈ വ്യക്തി ചിന്തിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോലി തന്നാൽ അതുപോലെ തന്നെ 100% ആയിട്ട് നിങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ കർമ്മയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് നിങ്ങൾ. ഈ വ്യക്തിയും അതുപോലെ തന്നെയാണ്. അതൊക്കെയാണ് ഈ വ്യക്തി കൂടുതൽ നിങ്ങളിലേക്ക് അടുപ്പിക്കുന്നത്. പലപ്പോഴും റിലേഷൻഷിപ്പിൽ നിങ്ങൾ പല കാര്യങ്ങളും പഠിക്കുന്നത് ഈ വ്യക്തിയിൽ നിന്നാണെന്നാണ് നിങ്ങൾ വിചാരിച്ച് വെച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മളെങ്ങനെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് വന്നു അല്ലെങ്കിൽ ആളുകളുമായിട്ട് മിങ്കിളാവുന്നു, ആ ഒരു ടൈമിൽ ഈ ഒരു സിറ്റുവേഷനിൽ എന്ത് പ്രതികരിക്കണം. അപ്പോൾ നിങ്ങൾ പലപ്പോഴും ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഈ നിങ്ങളുടെ പേഴ്സണിൽ നിന്നാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. പക്ഷേ ശരിക്കും അങ്ങനെയല്ല. പലപ്പോഴും ഓരോ ബന്ധങ്ങളിലും എങ്ങനെ നിൽക്കണം, എന്ത് സ്റ്റാൻഡ് എടുക്കണം, എന്ത് ഹെൽത്ത് ബൗണ്ടറീസ് സെറ്റ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ വ്യക്തി പഠിക്കുന്നത് നിങ്ങളുടെ സംസാരങ്ങളിൽ നിന്നാണ്. നിങ്ങളൊരു ചൈൽഡിഷ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിലും ഒരു ഡീപ്പ് റൂട്ട് റിലേഷൻഷിപ്പ്, അതായത് നല്ലൊരു ആഴത്തിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. അത് ഈ വ്യക്തിയെ വല്ലാതെ ആകർഷിക്കുന്നു. അത് ഫ്രണ്ട്ഷിപ്പൊക്കെ അന്ന് പണ്ടുണ്ടായിരുന്ന ഫ്രണ്ട്ഷിപ്പുകളൊക്കെ ഇപ്പോഴും അതേ ഒരു ഇൻറ്റൻസിറ്റിയിൽ കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഇതൊക്കെ പുള്ളി നോട്ട് ചെയ്യുന്നുണ്ട്, പേഴ്സൺ നോട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് ഈ വ്യക്തി വല്ലാതെ നിങ്ങളിലേക്ക് അടുപ്പിച്ചത്. അതുപോലെ തന്നെ ടൈം പാസ് റിലേഷൻഷിപ്പ് ഒന്നും നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലാത്ത വ്യക്തിയാണെന്ന് ആൾക്ക് നന്നായിട്ടറിയാം. അതുപോലെ തന്നെ ഒരു ഫിസിക്കലി അട്രാക്റ്റഡും ആണ് നിങ്ങളോട്. പിന്നെ നിങ്ങൾ ജെന്യുവൻ ആണെന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നു. പക്ഷേ ഈ പേഴ്സണ് പല ഒപ്പീനിയൻസ് അല്ലെങ്കിൽ പല ഓപ്ഷൻസ് ഉണ്ട്. ഈ പേഴ്സണ് പല ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നിങ്ങളുടെ അടുത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ നല്ല നല്ല ഓപ്ഷൻസ് ഈ വ്യക്തിക്കുണ്ട്. പക്ഷേ നിങ്ങളെ വിട്ടു പോകാനായിട്ട് ഈ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെ സ്ട്രഗിൾ പീരീഡുകളൊക്കെ വരുമ്പോൾ, സ്ട്രഗിളായിട്ടുള്ള സിറ്റുവേഷൻസും പീരീഡുകളൊക്കെ വരുമ്പോൾ രണ്ടുപേരും ആ സെയിം സിറ്റുവേഷനുകളിലൂടെ കണ്ടുമുട്ടി വിജയിച്ച് വന്നവരാണ്. കാരണം നിങ്ങളൊരു വളരെ സ്ട്രഗിൾ ചെയ്യുന്ന ടൈമിലാണ് വ്യക്തി നിങ്ങളെ ഫസ്റ്റ് കണ്ടുമുട്ടിയെന്ന് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു സ്ട്രഗിൾ പീരീഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും ഏകദേശം നിങ്ങളുടെ രണ്ടുപേരുടെയും ലൈഫുകൾ പോയിട്ടുള്ളത് സെയിം വേയിലാണ് ഈ വ്യക്തിക്ക് മനസ്സിലാവും. അതാണ് നിങ്ങളെ തമ്മിൽ കൂടുതൽ അടുപ്പിക്കുന്നത്. പിന്നെ നിങ്ങൾ ഒത്തിരി ഉയരങ്ങളിൽ എത്തണമെന്നുള്ള ചിന്ത ഈ പേഴ്സണുണ്ട്. കാരണം നിങ്ങളൊരു വെൽവിഷർ ആയതുകൊണ്ട് തന്നെ. പിന്നെ കൂടാതെ നിങ്ങൾക്ക് അതിനുള്ളൊരു കഴിവും ശേഷിയും ഉണ്ടെന്ന് ഈ വ്യക്തി വിശ്വസിക്കുകയാണ്. പിന്നെ നിങ്ങൾ അവരുടെ ജീവിതത്തിൽ നിങ്ങളെ അവരുടെ ഒരു ജീവിതത്തിൽ അവർ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ അത് വലിയൊരു ലോസ് ആയിരുന്നേനെ, ഒരു വലിയ നഷ്ടമായിരുന്നേനെ ആയിപ്പോയേനെ എന്നവർ ചിന്തിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളെ കണ്ടുമുട്ടിയത് അവർ വലിയൊരു മാജിക്കൽ മിറക്കിളായിട്ട് തന്നെ അവരുടെ മനസ്സിൽ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഇതാണിപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.